ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ന്യൂ അപ്ഡേറ്റ് വന്ന പ്ലഗിൻ എന്ന ആ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ്. സോ ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് അവസാനം ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. സോ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് അതിൻ്റെ യൂസ് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. സോ IBD3D പ്ലഗിൻ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഇത് ഈ മുകളിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു IBD3D പ്ലഗിൻ്റെ. അത് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിങ്ങനെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് തുറക്കണം. അതേപോലെ തന്നെ ഇത് തുറക്കുമ്പോൾ കണ്ടാൽ ഓക്കെ, ഇവിടെ ഫസ്റ്റ് ചീറ്റ് കോഡ്സ് ആട്ടോ കാണിക്കുന്നത്. അതിന് മുകളിൽ ഇവിടെ വെഹിക്കിൾസ് എന്ന് കാണാം. വെഹിക്കിൾസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ന്യൂ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള 2 വെഹിക്കിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഞാൻ ഇവിടെ ഈ കാണുന്ന ഷിഫ്റ്റ് ആണെന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യണം. ഇനി നമ്മളിത് ഇവിടെ പ്ലഗിൻ എന്നുള്ളൊരു ഓപ്ഷനില്ല, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ, അതിലോട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കാണും. സോ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വൈഫൈയോ അല്ലെങ്കിൽ മൊബൈൽ നെറ്റോ ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കിനി കാത്തിക്കണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫയൽ ലോഡറിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് നൈസായിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങളിവിടെ പ്ലേ ഞെക്കണം. പ്ലേ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. ഗെയിം ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഗെയിം ഇപ്പോൾ വരും ഇവിടെ. ഓക്കെ, കമോൺ. ഓക്കെ, നമ്മുടെ ഗെയിം ഇവിടെ ലോഡായിരിക്കുകയാണ്. ഞാൻ ഇവിടെ എത്തി. ഞാൻ പുറത്തോട്ട് ഇറങ്ങാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം ഏതാ ഉള്ളതെന്ന്. സോ ഞാൻ ഇവിടെ മൊബൈൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ഫോണിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് കീപാഡ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാൻ അവിടെ ഓപ്പൺ ചെയ്താൽ നമ്മൾ ചീറ്റ് കോഡ് എന്ന് പറയുന്നത് 8 എന്നാട്ടോ. നമ്മുടെ ആ ഒരു ഷിഫ്റ്റിൻ്റെ ചീറ്റ് കോഡ് ഞാൻ ഇവിടെ 8 ക്ലിക്ക് ചെയ്തു. പക്ഷേ ഞാൻ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്തു. ആൻഡ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മോഡ് 8 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ സ്പോൺ ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാ. ഇതുപോലെ തന്നെ മോഡുകൾ കുറേ ഉണ്ട്. നമ്മുടെ ഇവിടെ ഇതിലുണ്ടായിരുന്ന ചീറ്റ് മോഡ് ഫയൽ പോയി. അതിന് പകരമാണ് ഇപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്മളെ വേറെ ഉണ്ട് ഇതാ ഷിഫ്റ്റ് അല്ലാതെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ അതിൻ്റെത് 7 തന്നെയാണ്. ഈ ഒരു വഴി കൂടെ തന്നെയാണ് ഇത് എടുക്കേണ്ടത്. ഇവിടെ ഒമിനിയും വന്നിട്ടുണ്ട്, കണ്ടോ, ഒമിനീൻ്റെ വാൻ. ഞാൻ ആനയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനതിൻ്റെ വീഡിയോ ഇട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഡ്രാഗൺ ഉണ്ട്. ആനയുടെ ചീറ്റ് കോഡ് പറയുന്നത് 6 7 ഒക്കെയാണ്, 6 ആണ് തോന്നുന്നത്. ബട്ട് എൻ്റെ ഇപ്പോൾ ഡ്രാഗൺ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആനേനെ ചേർക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡ്രാഗൺ ഒഴിവാക്കി ചേർക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയിട്ട് അതിനെ കിട്ടുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ വരുന്നവരെല്ലാം മറ്റുമാർക്കും ബൈ.